ഇന്നലെ രാത്രിയിൽ എന്താ പറഞ്ഞ ദൈവസഭയ്ക്ക് ഏറ്റവും ഈ കാലഘട്ടത്തിൽ ഇപ്പം അത്യാവശ്യമായിരിക്കുന്നത് എന്താണ്? ഉയരത്തിലെ ശക്തി, ദൈവാത്മാവിന്റെ ശക്തി. പുതിയ നിയമസഭയ്ക്ക് ഏറ്റവും അത്യാവശ്യമാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. അതില്ലാതെ ഒരു ശുശ്രൂഷയും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുകയില്ല. അതിൻ്റെ തെളിവുകളെല്ലാം ഞാൻ ഇന്നലെ രാത്രിയിൽ വാക്യസഹിതം എടുത്ത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാനിടയായി തീർന്നു. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാഭിഷേകം ഇല്ലാത്തവരെ ഈ 2026 അത് പ്രാപിക്കണം. പരിശുദ്ധാത്മാവ് 3 നിലകളിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നമ്മുടെ മേൽ വന്നു. 2 ഹഗായി പ്രവചനം നമ്മുടെ ഇടയിൽ ആത്മാവ് വന്നു. 3 എഗസ്കേൽ പ്രവചനം നമ്മുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് വന്നു. സ്തോത്രം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മേൽ വരിക. പെന്തക്കോസ്ത് നാളിൽ നമ്മുടെ മേൽ വന്നു. അതിൻ്റെ പേരാണ് ശക്തി. അത് വന്നപ്പോൾ അന്യഭാഷകൾ പറഞ്ഞു. ഇരുന്ന സ്ഥലം മറന്നവര് ദൈവത്തെ ആരാധിച്ചു. സ്തോത്രം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി 2026 നിങ്ങൾ ഏറ്റെടുക്കണം. സ്തോത്രം. അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. പിശാചിനെ ജയിക്കത്തില്ല, പ്രതികൂലത്തെ ജയിക്കത്തില്ല, പാരമ്പര്യങ്ങളെ തടസ്സങ്ങളെ ഒന്നും ജയിക്കാൻ നമുക്ക് കഴിയില്ല പരിശുദ്ധാത്മാവില്ലാതെ. എത്ര പേര് അതിന് തയ്യാറാ? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി പ്രത്യേക തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാൻ. അഭിഷേകം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. കഴിഞ്ഞ നാളിൽ നല്ല അഭിഷേകം ഉണ്ടായിരുന്നു, ഇന്ന് അതില്ല അവരില്ല. പിന്നെ അഭിഷേകം ചോർന്നു പോയി. അതിന് ഞാനൊരു വാക്യം പറയാം നിങ്ങളോട്. അതായത് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 31 എനിക്ക് തോന്നുന്നു. ഒന്ന് വായിക്കാവോ? ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം പ്രസ്താവിച്ചു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാം. ഇങ്ങോട്ട് നോക്കാവോ എല്ലാവർക്കും? അപ്പൊ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞില്ലായിരുന്നു, പിന്നെ രണ്ടാമത് നിറയണോ? 120 പേര് കൂടിയിരുന്നപ്പോൾ അവരുടെ മേൽ ആത്മാവ് വന്ന് അവർ നിറഞ്ഞെന്നല്ലേ നമ്മൾ വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ. 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് വീണ്ടും നിറഞ്ഞെന്ന. അങ്ങനെ 2 നിറവുണ്ടോ പരിശുദ്ധാത്മാവിന്റെ? ഒറ്റ നിറവേ ഉള്ളൂ. പിന്നെ ഈ 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന എന്താന്ന് ചോദിച്ചാൽ, പെന്തക്കോസ്ത് നാളിൽ നിറഞ്ഞ ആത്മാവ് പലരുടെയും ചോർന്നു പോയി. അതെല്ലാം പൊട്ട കിഴുത്തുള്ള പാത്രമായിരുന്നു. അതുകൊണ്ടാണ് 4-ാം അധ്യായത്തിൽ വീണ്ടും ആത്മാവിന് വരേണ്ടി വന്നത്. ലെലിയ പറഞ്ഞേ. അങ്ങനെ ഒരു 2-ാം നിറവ് ഇവിടെ ഇരിക്കുന്ന പലർക്കും ആവശ്യമുണ്ട്. എന്താണെന്നറിയാമോ? കിഴുത്തപാത്രം പോലെ ജീവിതത്തിൽ ചില പൊട്ടലുകൾ വന്നപ്പോൾ, ചില കിഴുത്തകൾ വീണപ്പോൾ, കഴിഞ്ഞ നാളിലെ ആത്മാവെല്ലാം ആ കിഴുത്ത വഴി ഇറങ്ങിപ്പോയിട്ട് ഇപ്പൊ ഇവിടെ വന്ന് ആരാധനയ്ക്ക് ഇരിക്കുന്നത് കിഴുത്ത പാത്രമായിട്ടാണ്, പൊട്ട. അപ്പൊ അതുകൊണ്ട് രണ്ടാമതൊരു നിറവ് നമുക്ക് വേണം. അതാണ് 4-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ഒരു 2-ാം നിറവിനെ കുറിച്ച്. എത്ര പേരിന്ന് രാത്രി രണ്ടാമതൊരിക്കൽ കൂടെ നേരത്തെ എന്നിൽ ഉണ്ടായിരുന്ന നിറവ് ഒരിക്കൽ കൂടെ ഭൂമി കുലുങ്ങുന്നത് പോലെ രണ്ടാമത് എന്നെ നിറയ്ക്കണമേ എന്ന് ഈ രാത്രിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ളവരെ ഈ രാത്രി ദൈവം രണ്ടാമത് നിറയ്ക്കും. സ്തോത്രം. അതുകൊണ്ടാണ് 4-ന്റെ 31 നമ്മൾ വായിച്ചത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അപ്പൊ അത് മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ 2-ാം നിറവിന് വേണ്ടി പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് എന്തിനേലും ജയിക്കാൻ പറ്റുമോ? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10 തൊട്ട് നമ്മൾ മുന്നോട്ട് വായിച്ചു വരുമ്പോൾ പൗലോസ് പറയാണ്, അങ്ങനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചു.
അതിന് പൗലോസ് ഒരു പേരിട്ടിട്ടുണ്ട് അവിടെ, അത്യന്ത ശക്തി, വ്യാപാര ശക്തി എന്നൊക്കെയാ പേരിട്ടേക്കുന്നത്. അത് വിശ്വസിക്കുന്നവരിലേക്ക് വ്യാപരിക്കും. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ആരാധിച്ചാൽ അത് നിങ്ങളിലേക്ക് എന്ത് ചെയ്യും? വ്യാപരിക്കും. സ്തോത്രം. വിശ്വസിക്കുന്നവരിലേക്ക് വ്യാപരിക്കുന്ന ശക്തി. പിന്നെ അത്യന്ത ശക്തി. അത്യന്ത ശക്തി എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാത്തിൻ്റെയും മുകളിലുള്ള ശക്തി. എന്നിട്ട് പിന്നെ പൗലോസ് പറഞ്ഞു മുന്നോട്ട് വന്നിട്ട് പറയാണ്, വാഴ്ചകളെയും അധികാരങ്ങളെയും സകലത്തെയും യേശു ക്രിസ്തുവിന്റെ കാൽ കീഴാക്കി. വാഴ്ചകൾ. നിങ്ങളുടെ വീട്ടിൽ കുറെ നാളായിട്ട് രോഗം വാഴ്ച നടത്തുകയല്ലേ, ശരീരത്തിലെല്ലാം വേദനയും അസ്വസ്ഥതകളും. ആ വാഴ്ച ശക്തി വിട്ടു പോകണ്ടേ? സ്വത്രം പോണ്ടേ? പിന്നെ ചിലർ എന്തിനിറങ്ങിയാലും പരാജയം, ഇന്ന് വരെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങോട്ടിറങ്ങിയാലും തടസ്സം, ഏത് വിഷയത്തിലും തടസ്സം. ഇങ്ങനെ വാഴ്ച നടത്തുന്ന ശക്തി നിങ്ങളുടെ വീട്ടിൽ നിന്ന് വിട്ടുമാറണ്ടേ? അത് നിങ്ങളിൽ നിന്ന് വിട്ടുപോകണ്ടേ? അത് പോണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കുക വാക്യത്തിൽ, വാഴ്ചകളെയും അധികാരങ്ങളെ വാഴ്ച നടത്തുന്നു. ഇനി വേറെ ചില വാഴ്ചയുണ്ട്. എന്താണ് ഈ ദേശത്ത് വാഴ്ച നടത്തുന്നത്? എന്താ? അള്ളാഹു. ഇത് മുസ്ലിം രാജ്യമാണ്. ഇവിടെ പുള്ളിയുടെ വേളാങ്കണ്ണിയിലെ മാതാവ്. ചോറ്റാനിക്കരയോ? ചോറ്റാനിക്കര അമ്മ. സ്വോത്രം പറഞ്ഞ്. പിന്നെ അർത്തുങ്കലോ? മുത്തപ്പൻ. സ്വോത്രം. അങ്ങനെ ഓരോ ഓരോ പുള്ളികൾ പിടിച്ച് തമിഴ്നാട്ടിൽ കുറെ ഏരിയകളൊക്കെ മീനാക്ഷി ക്ഷേത്രമൊക്കെ പുള്ളികൾ പിടിച്ചെടുത്തിരിക്കുക. അപ്പൊ ഈ വാഴ്ചകളെ എല്ലാം തകർത്ത് നിങ്ങൾക്ക് ജയിക്കണ്ട. ഏത് ദേശത്ത് താമസിച്ചാലും വാഴ്ച ശക്തി ഉണ്ട് അവിടുത്തെ. ഈ ദേശത്ത് വെളുപ്പിനെ 4:45 ഇവിടുത്തെ പുള്ളി ഉണരും. 4 മണിയാകുമ്പോഴേ നിങ്ങൾ ഉണരണം. അവര് എന്ത് ചെയ്യണം? മലയാളത്തിൽ പറയാ, അവര് വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ കർത്താവിനെ വിളിച്ചിരിക്കണം. സ്തോത്രം പറഞ്ഞ്. ആ ജാതീയ ശക്തികൾ ഉണരുന്നതിന് മുൻപേ യഥാർത്ഥ ദൈവാത്മാവിന്റെ ആരാധന ഉണരേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞു. മനസ്സിലായല്ലോ? അപ്പോൾ ഈ വാഴ്ച ശക്തികളെല്ലാം തകർക്കുവാൻ നമുക്ക് എന്തു വേണം? പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണം. എന്നിട്ട് ഒടുവിൽ ഇങ്ങനെയാണ് ആ പാരഗ്രാഫ് അവസാനിപ്പിക്കുന്നത് പൗലോസ്. എല്ലാം യേശുക്രിസ്തുവിന്റെ കാൽ കീഴാക്കി തൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. അത് നമ്മളിലേക്ക് പകർന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ആരാധിച്ചാൽ വാഴ്ചകളെ കീഴ്പ്പെടുത്താം, അധികാരങ്ങളെ കീഴ്പ്പെടുത്താം, പൈശാചിക ശക്തികളെ കീഴ്പ്പെടുത്താം, പാരമ്പര്യ ശക്തികളെ കീഴ്പ്പെടുത്താം. സ്തോത്രം. ആമേ. ഓരോരുത്തർക്കും പാരമ്പര്യ ശക്തിയുണ്ട്. കത്തോലിക്ക സമുദായത്തിൽ നിൽക്കുന്നവർക്ക് നൂറ്റാണ്ടുകളായി അവരുടെ മാതാപിതാക്കൾ ആരാധിച്ചു വരുന്ന വിഗ്രഹാരാധനയുടെ പുറയിലെ ശക്തിയുണ്ട്. ഹിന്ദു മതത്തിൽ നിൽക്കുന്നവർക്ക് അവരുടെ പിതാക്കന്മാര് പാരമ്പര്യമായി ആരാധിച്ചു വരുന്ന ആരാധനയുടെ ശക്തിയുണ്ട്. അങ്ങനെ എല്ലാത്തിനും വേണ്ട ഈ പാരമ്പര്യത്തെ അതിജീവിക്കാൻ ആത്മാവില്ലാതെ നമുക്ക് പറ്റുകയില്ല. പാരമ്പര്യ ശക്തി. ഈ പുള്ളിക്കാരത്തിന്റെ വീട്ടിൽ നിന്ന് ഒരു സഞ്ചി നിറച്ച് ദേവന്മാരെ എല്ലാം എൻ്റെ കൊണ്ട് തന്നു. ഞാനതെല്ലാം പ്രാർത്ഥിച്ചു കൂട്ടിയത് കളഞ്ഞു. ഇല്ല, ഒത്തിരി ഉണ്ടായിരുന്നു അല്ലേ? ഒരു സഞ്ചിക്കകത്ത് ഇവിടെ മനോജ് ഇങ്ങനെ പൂജിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഏതാണ്ടെല്ലാം ഉണ്ട്. ശബരിമല ഏതൊക്കെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ വർഷങ്ങളായിട്ട് നമ്മളെ പിന്തുടരുന്ന ചില പാരമ്പര്യ ശക്തികൾ, അതിനെ ജയിക്കണ്ടേ? നിങ്ങൾക്ക് ജയിക്കണ്ടേ? ആമേൻ. സ്തോത്രം. ഇല്ലെങ്കിൽ ജയിക്കത്തില്ല. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ ഈ ദിവസങ്ങളിൽ പ്രാപിക്കണം. അത് അത്യന്തപരമായിട്ട് അത് കിട്ടിയേ പറ്റും. അതിന് ഒറ്റ ഒരു പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ബൈബിളിൽ ഒറ്റ ഇതേ ഉള്ളൂ. അത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ പറയുന്നു, അത് വാഗ്ദത്തമാണ്. കർത്താവ് എന്താ പറഞ്ഞേ? അന്ത്യകാലഘട്ടത്തിൽ സകല ജഡത്തുമേലും എന്റെ ആത്മാവിനെ നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുക. ആ വാഗ്ദത്തം വിശ്വസിച്ചോണ്ട് മുട്ടുമടക്കി ചില ദിവസങ്ങൾ പ്രാർത്ഥിക്കുക. ആ വാഗ്ദത്തം നിങ്ങളിൽ നിറവേറും. ഹല്ലേലൂയ. ആ വാഗ്ദത്തം നിങ്ങളിൽ നിറവേറും. അപ്പൊ ഇന്ന്
നല്ല ശരിക്കും നമുക്ക് ആത്മനിറവേറ്റെടുക്കണം, പരിശുദ്ധാത്മാവിന്റെ നിറവേറ്റെടുക്കണം, അന്യ ഭാഷകൾ പറഞ്ഞ് നമ്മൾ ആരാധിക്കണം. എങ്കിലേ കെട്ടുകളൊക്കെ പൊട്ടി നമുക്ക് വെളി വരാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. രോഗത്തെ കർത്താവ് സൗഖ്യം തരുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് 5 വട്ടം അറ്റാക്ക് വന്നു, ഓപ്പറേഷൻ ചെയ്തു, ഒരു കുഴപ്പമില്ലാതെ ഇപ്പം ഞാൻ ഓടി നടക്കുന്നില്ലേ. സ്തോത്രം. ഹല്ലേലൂയ. ഇല്ലേ, ഒരു ആഴ്ചയിൽ എത്ര പ്രസംഗം ഞാൻ പ്രസംഗിക്കുന്നു, എവിടെല്ലാം ഞാൻ മീറ്റിങ്ങിന് പോകുന്നു. സ്തോത്രം പറഞ്ഞേ. ആമേൻ. പ്രൈസ്. അത് ദൈവം അത്ര അത്ഭുതകരമായി നടത്തുന്നു. അതുകൊണ്ട് ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം, രോഗവും പ്രതികൂലവും ഒക്കെ ശരിക്കും ആരാധിച്ചാൽ വിട്ടുപൊക്കോളും. സ്തോത്രം. അതെല്ലാം മാറും. പ്രൈസ്. ആമേ. കർത്താവിന് അത്ഭുതകരമായി നമ്മളെ നടത്താൻ കഴിയും. ഞാൻ ഇനി ഒരു വിശ്വാസം കൂടെ ഞാൻ പറയാം. ലൂക്കോസ് 7-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിന്റെ ആരംഭത്തിൽ തന്നെ ഒരു ശതാധിപനെ നമുക്ക് കാണാം. അയാൾ യേശുവിന്റെ അടുക്കൽ വന്ന് തൻ്റെ ദാസന് വേണ്ടി, മകനാണെന്ന് വേറൊരു ഭാഗത്തുണ്ട്, ദാസന് വേണ്ടി അപേക്ഷിക്കുകയാണ്. അപ്പോൾ യേശു അയാളെ നോക്കിയിട്ട് പറയുകയാണ്, ഇങ്ങനെ ഒരു വിശ്വാസം ഇങ്ങനെ ഞാൻ ആരിലും കണ്ടിട്ടില്ല. കർത്താവ് ഒരിക്കലും കള്ളം പറയില്ല. കർത്താവ് പറഞ്ഞെങ്കിൽ അത് സത്യമാണ്. സ്തോത്രം. ശതാധിപന്റെ വിശ്വാസം. സ്തോത്രം. ആമേൻ. ഇസ്രായേലിലെ അല്ലെങ്കിൽ യഹൂദന്മാരുടെ മൂപ്പന്മാര് വന്ന് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, അവൻ ചോദിക്കുന്ന വിഷയം അവന് കൊടുക്കണം, കാരണം അവൻ യോഗ്യനാണ്. അവൻ അടിവരയിട്ടാണ് യോഗ്യത. യോഗ്യൻ. ഒത്തിരി പേര് പറയൂല ഞാൻ യോഗ്യനാണെന്ന്. ഈ പുള്ളി യോഗ്യനാണെന്ന് ഇസ്രായേലിലെ മൂപ്പന്മാര് പറഞ്ഞു. എന്താണ് അവര് പറഞ്ഞ യോഗ്യത? അവര് പറഞ്ഞു, നമ്മുടെ ജനത്തെ ഇയാൾ സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ ജനത്തിനൊരു പള്ളി വെച്ചു തന്നു. സ്തോത്രം. പിന്നെ നമ്മുടെ ജനത്തെ പ്രത്യേകം കരുതുന്നുണ്ട്. ഇതൊക്കെയാ യോഗ്യത. സ്തോത്രം. എന്നാൽ ആ മനുഷ്യൻ പറഞ്ഞു, കർത്താവേ, നീ എന്റെ പുരക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. അപ്പോൾ യഹൂദ മൂപ്പന്മാര് പറയാണ്, ഇയാൾ യോഗ്യനാണെന്ന്. ആ മനുഷ്യൻ പറയാണ്, ഞാൻ യോഗ്യനല്ലെന്ന്. ഇതിലേതാ ശരി? സ്തോത്രം. ഇനി ആ വാക്യം ഒന്ന് വായിച്ച് 7-ാം അധ്യായം. ജനം കേൾക്കെ തന്റെ വചനമൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം അവൻ കഫർന്നഹൂമിൽ ചെന്നു. അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു. അവൻ യേശുവിന്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്ന് തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട് താല്പര്യമായി അപേക്ഷിച്ചു, നീ അത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ജനങ്ങൾ ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോടുകൂടെ പോയി. വീട്ടിനടുപ്പാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ തന്റെ അടുക്കൽ അയച്ചു, കർത്താവെ, പ്രയാസപ്പെടേണ്ട, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ, അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരനു സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ, എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു, എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. യേശു അത് കേട്ടിട്ട് അവങ്കൽ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട്, ഇസ്രായേൽ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. സ്തോത്രം. അപ്പോൾ ഈ മനുഷ്യന്റെ വിശ്വാസം ഒരു വലിയ വിശ്വാസമാണ്. സ്തോത്രം. അവിടെ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് വിട്ടേക്കാം. ആമേ. ഒന്നാമത്തത്, ഈ മനുഷ്യൻ പറയാണ്, ഞാൻ യോഗ്യനല്ല. യോഗ്യനല്ല. അപ്പോൾ തന്നെ മൂപ്പന്മാര് പറഞ്ഞു, ഇയാൾ യോഗ്യനാ. കാരണം പണം കൊണ്ട് നോക്കിയാൽ ഈ മനുഷ്യൻ യോഗ്യനാ. കാരണം ഈ മനുഷ്യൻ വാരിക്കോരി ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്നുണ്ട്, പള്ളി വരെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ജോലി കൊണ്ട് നോക്കിയാൽ ഈ മനുഷ്യൻ യോഗ്യനാ. എന്താ കാര്യം? ശതാധിപനാ, ക്യാപ്റ്റനാണ് ഇദ്ദേഹം, ഒരു ബറ്റാലിയത്തിന്റെ നേതാവാണ് ഇദ്ദേഹം. സ്തോത്രം. 6000 പട്ടാളമാണ് ഒരു ലെഗ്യോൺ, ഒരു ബറ്റാലിയൻ, അതിന്റെ ക്യാപ്റ്റനാണ്. മൂന്നാമത് നോക്കിയാലോ, രാജ്യം ഭരിക്കുന്ന ആൾക്കാരാണ് റോമാക്കാര്. സ്തോത്രം. അപ്പൊ എല്ലാം കൊണ്ടും ഈ മനുഷ്യൻ യോഗ്യനാ.
പക്ഷെ പുള്ളി പറയാണ് ഞാൻ യോഗ്യനല്ല. ആമേ. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി, മൂപ്പന്മാര് പറയുന്ന യോഗ്യത പുറമേ ഉള്ളതാണ്. സ്വത്ര പുറമേ നോക്കുമ്പോൾ പണക്കാരനാണ്, അധികാരമുണ്ട്, പവറുണ്ട്, റോമ ഗവൺമെന്റിന്റെ മെയിൻ ഉദ്യോഗസ്ഥനാണ്, പിന്നെ പട്ടാളക്കാരനാണ്, രാജ്യം ഭരിക്കുന്ന കൂട്ടരാണ്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞു ഞാൻ യോഗ്യനല്ല. അതിന്റെ അർത്ഥം ഇദ്ദേഹം പറഞ്ഞത് അകത്തെ യോഗ്യതയും മറ്റൊരു പറഞ്ഞത് പുറത്തെ യോഗ്യതയുമാണ്. അല്ലേലിയ പറഞ്ഞു. ഇന്ന് രാത്രി ആദ്യമായി ഞാൻ പറയട്ടെ കുഞ്ഞ്, പുറം കൊണ്ടുള്ള യോഗ്യത, പുറമേ നോക്കുമ്പോൾ നല്ല വെള്ള ഉടുപ്പ്, നല്ല ക്ലീൻ ഷേവ്, നല്ലപോലെ സാക്ഷി പറയുന്നുണ്ട്, നല്ലപോലെ പാട്ട് പാടുന്നുണ്ട്, സങ്കീർത്തനം മുഴുവനും ചിലർ കാണാതെ സങ്കീർത്തനം മുഴുവനും ചിലർ കാണാതെ പറയും. ചിലർക്ക് ഒരു ചെറിയൊരു 10-45 മിനിറ്റ് പ്രസംഗിക്കാനും പറ്റും. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നിന്റെ അകം എങ്ങനെ ഇരിക്കുന്നു? ഹല്ലേലൂയ പറഞ്ഞ്. കർത്താവ് നോക്കുന്നത് നിന്റെ പുറമേ ഉള്ളതായിരിക്കുന്ന യോഗ്യതകൾ ഒന്നും അല്ല. യേശു വീട്ടിൽ വരാൻ ആവശ്യം എൻ്റെ അകത്തെ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന്റെ മാറ്റമാണെന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ആത്മീകമായിരിക്കുന്ന മാറ്റങ്ങളാണ് യോഗ്യതയെന്ന് ആ മനുഷ്യൻ മനസ്സിലാക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ദൈവവൈതലേ, ദൈവവചന പ്രകാരം നിനക്ക് മാറ്റം വന്നോ? നിന്റെ അകം വിശുദ്ധമാണോ? നിന്റെ അകത്ത് വേർപാടുണ്ടോ? പുറമേ നീ ഒരു പക്ഷെ പടപതിന് കൈയടിക്കുന്നുണ്ടായിരിക്കാം, പലരും പാട്ടുകളൊക്കെ പാടുന്നുണ്ടായിരിക്കാം. റോമൻ ശതാധിപനെ പുറമേ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീട് വലിയ വലിപ്പമുള്ളതാ, പണം കൊണ്ടും ജോലി കൊണ്ടും എല്ലാം കൊണ്ടും ആ മനുഷ്യൻ യോഗ്യനാണ്. പക്ഷെ യേശുവിന് വേണ്ടത് പണമല്ല, ജീവിതത്തിന്റെ വിശുദ്ധിയാണ്, ജീവിതത്തിന്റെ വേർപാടാണ്. ഹല്ലേലൂയ. റോമ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥനാണെങ്കിലും അദ്ദേഹം ദൈവാരാധനക്കാരനല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുകയാണ്, യേശുവുമായി കൂട്ടിമുട്ടാൻ നിങ്ങൾക്ക് ആവശ്യം പുറമേ ഉള്ള യോഗ്യതയല്ല. യേശു നിങ്ങളുടെ വീട്ടിൽ വരാൻ നിങ്ങളുടെ വീട് ഒരുക്കുന്നതല്ല ആവശ്യം, നിങ്ങൾ ഒരുങ്ങുന്നതാണ് ആവശ്യം. ആ മനുഷ്യൻ പറഞ്ഞു കേട്ടോ, ഞാൻ യോഗ്യനല്ല. വീടിനെ കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്നത് നമ്മുടെ അകത്തുള്ള യോഗ്യതകളാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സുവിശേഷത്തിന്റെ ഒരു വാതിൽ തുറക്കാൻ ചിലർക്ക് കഴിയത്തില്ല, ചിലർക്ക് കഴിയും. ഇതിവിടെ നിൽക്കട്ടെ കേട്ടോ, ഞാൻ അതിനിടയ്ക്ക് കയറി വേറൊരു കാര്യം പറയാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് യേശുവിനെ ശമരിയയിൽ കൂടി പോകേണ്ടി വന്നു. പുള്ളി അതുവഴി പോകാൻ വന്ന ആളല്ല, പക്ഷെ അതുവഴി പോകേണ്ട ആവശ്യം വന്നു പുള്ളിക്ക്. ശമരിയയിൽ കൂടെ എന്താ പറഞ്ഞ ശമരിയയിൽ കൂടെ പോകേണ്ടി വന്നത്? സ്തോത്രം. ശമരിയക്കാർക്ക് തീണ്ടല. ശമരിയക്കാരത്തി പറഞ്ഞു കേട്ടോ, ഞാൻ കോരിയ വെള്ളം നീ കുടിക്കത്തില്ലല്ലോ. ശരിയാ, കുടിക്കത്തില്ല. ശമരിയുടെ ആഹാരം യഹൂദന്മാര് കഴിക്കത്തില്ല, ശമരിയക്കാരോട് കൂടെ അവർ ഇരിക്കത്തില്ല. ശമരിയക്കാരുമായിട്ട് 16 അടി തീണ്ടല. പക്ഷെ യേശുവിന് അതുവഴി പോകേണ്ടതായിട്ട് വന്നു. എന്താ കാര്യം? യേശുവിന് ശമരിയയിൽ കൂടി പോകേണ്ടതായിട്ട് വന്നു. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ശമരിയയിൽ സുവിശേഷം എത്തേണ്ടത് ആവശ്യമായിരുന്നു. ശമരിയയിൽ എന്ത് ചെയ്യണം? കർത്താവ് അവിടെ കടന്നു ചെല്ലണം, സുവിശേഷം പ്രസംഗിക്കണം, അവിടെ ദൈവസഭ സ്ഥാപിക്കപ്പെടണം, അവിടെ ആത്മാക്കൾ രക്ഷിക്കപ്പെടണം. അതുകൊണ്ട് ശമരിയയിൽ കൂടെ യേശുവിന് പോകേണ്ടി വന്നു. അതുകൊണ്ട് ഈ ബഹ്റിന്റെ ചില സ്ഥലത്തൂടൊക്കെ ഇപ്പോഴും പോകേണ്ടതായിട്ടുണ്ട്, നമ്മൾ ഒട്ടും പോകത്തില്ല. അല്ല, സുവിശേഷം എത്താത്തോടെ 100 വീടുകൾ ഇങ്ങനെ കിടക്കുക. സ്തോത്രം. ആരും ഒട്ട് പോവുകയില്ല. സ്തോത്രം. യേശു ശമരിയയിൽ കൂടെ പോകേണ്ടി വന്നു. അവിടെ ചെന്നിട്ട് കർത്താവ് ഒരു കിണറിന്റെ വക്കത്തിങ്ങനെ ഇരിക്കുക. ആ കിണറിനെ കുറിച്ച് 4:12 എഴുതിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ ആ കിണറിന്റെ വിശേഷത ഒന്ന് വായിക്കാവോ?
നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. കേട്ടോ, വലിയ പുള്ളികള് കുഴിച്ച കിണറാണത്. വലിയ പുള്ളികൾ ഉണ്ടാക്കിയ കിണറാ. അത് അവരിപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുക, വലിയ പുള്ളികളെ. സ്തോത്രം. അപ്പന്മാരുടെ കാലഘട്ടം തൊട്ട്, പിതാക്കന്മാരുടെ കാലഘട്ടം തൊട്ട് സൂക്ഷിച്ചു വരികയാണ്. എന്താ കാര്യം? ഞങ്ങളുടെ വലിയ പിതാവ്, പിതാക്കന്മാരുടെ പിതാവായ യാക്കോബ്. ചിലർ ഇപ്പോഴും അങ്ങനെ വലിയ പിതാക്കന്മാരുടെ ചില കാര്യങ്ങൾ വലുതായിട്ട് സൂക്ഷിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും. ഇസ്രായേലിൽ അങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഹിസ്കിയ രാജാവ. സ്തോത്രം. ആരാ? മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെ പുള്ളി തകർത്തു. ബാക്കി രാജാക്കന്മാരാരും എന്ത് ചെയ്യത്തില്ല, അതിനെ തകർത്തില്ല. അതിങ്ങനെ വെച്ചോണ്ടിരിക്കുക, വർഷങ്ങളായിട്ട് അതിങ്ങനെ ഇരിക്കുക. കാര്യം എന്താ? ഞങ്ങളുടെ വലിയ പിതാവായ മോശ ഉണ്ടാക്കിയതായിരുന്നു. എല്ലാരും അതിനെ നോക്കി ഇങ്ങനെ. അപ്പം പിതാക്കന്മാരുടെ ചില പാരമ്പര്യങ്ങൾ ഹിസ്കിയ രാജാവ് അതിനെ തകർത്ത് ഇതെല്ലാം ഉടച്ചു ദൂരക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹിസ്കിയ രാജാവിനെ ഒത്തിരി അനുഗ്രഹിച്ചു. അതുകൊണ്ട് ഈ ചില പിതാക്കന്മാരുടെ പാരമ്പര്യം ഉടച്ചു കളയണം, അതില്ലാതാക്കണം. അവര് പിന്തുടർന്ന് വന്നത് അവരുടെ കാലഘട്ടത്തിൽ അവരുടെ അറിവില്ലായ്മ. നമ്മളത് പിന്തുടരാൻ പാടില്ല. അതെല്ലാം നമ്മൾ തീർക്കണം. ഇപ്പൊ ഇവള് പറഞ്ഞു കേട്ടോ, ഞങ്ങളുടെ വലിയ പിതാവ് ഉണ്ടാക്കിയ കിണറായി. അതിങ്ങനെ വർഷങ്ങളായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ട് ആ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അവരുടെ കർത്താവ് പറഞ്ഞു, ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് പിന്നെയും ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് പിന്നെയും മനസ്സിലാകുന്ന ഭാഷയും ഞാൻ അത് ഇന്നാള് പറഞ്ഞതാ. ഞാൻ വേണം ഒന്നുകൂടെ പറയാം, ആരെയും കളിയാക്കുമൊന്നുമല്ല, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം. എല്ലാ ആഴ്ചയിലും ചെല്ലും, എന്ത് ചെയ്യും, പാളയിട്ട് അച്ഛൻ ഇത് കോരിത്തരും, വിശ്വാസി കുടിക്കും. പിറ്റേ ഞായറാഴ്ച ചെല്ലും, അച്ഛൻ ഈ കിണറ്റിന് കോരി കൊടുക്കും, വിശ്വാസി കുടിക്കും. അങ്ങനെ യാക്കോബക്കാർ കുടിച്ചു മടുത്തു, കത്തോലിക്കർ കുടിച്ചു മടുത്തു, CSIക്കാർ കുടിച്ചു മടുത്തു. ഇന്ന് വരെ ഇത് കുടിച്ചിട്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. പാരമ്പര്യമേ, യാക്കോബിന്റെ പാരമ്പര്യത്തിന്റെ കിണറ്റിന്ന് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുക. കർത്താവ് പറഞ്ഞു, ഇന്ന് വരെ കുടിച്ചിട്ട് നിന്റെ ദാഹം തീർന്നില്ലല്ലോ, എന്നാൽ ഞാൻ നിനക്ക് വെള്ളം തരാം. നീ വെള്ളം കോരാൻ ഇങ്ങോട്ട് വരികേ വേണ്ട. ഒരു നാളും ദാഹിക്കാത്ത ജീവന്റെ ഉറവയിൽ നിന്ന് ഞാൻ നിനക്ക് വെള്ളം തരാം. അതാണ് ശരിയായ ആരാധന, ജീവന്റെ ആരാധന. മറ്റത് പാരമ്പര്യത്തിന്റെ ആരാധന. ആ ആരാധന വർഷങ്ങൾ നടത്തിയിട്ടും ശമരിയക്കാരിയോട് യേശു ചോദിച്ചു, തൃപ്തിയായോ? ഇല്ലല്ലോ, ഇപ്പോഴും ദാഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കഴിഞ്ഞ ആഴ്ചയിലും വന്ന് കുടിച്ചിട്ട് ദാഹം പോയില്ലല്ലോ. കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ചയിലും കുടിച്ചിട്ട് ദാഹം. ഉടനെ ശമരിയക്കാരത്തിക്ക് മനസ്സിലായി ഇത് കുടിച്ചിട്ട്. ഉടനെ ശമരിയക്കാരത്തി യേശുവിനോട് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യ്, എനിക്കിച്ചിരി വെള്ളം താ. നിന്റെ പാളയില്ല, കയറില്ല, നീ എങ്ങനെ ഇത് കോരുന്നെന്ന് ചോദിച്ചു. സത്യമാ, കാരണം ശമരിയക്കാരത്തി കണ്ടിട്ടില്ല. ശമരിയക്കാരത്തി കണ്ടതല്ല, ഇങ്ങനെ തൊട്ടി വേണം, കയറ് വേണം, പാള വേണം, കോരാൻ ഒരാൾ വേണം, ഇല്ലാതെ കിണറ്റിന്ന് കോരാൻ പറ്റുകയില്ല. ഞാൻ യേശു പറഞ്ഞു, കുഞ്ഞെ, ഞാൻ തരുന്ന വെള്ളം കിണറല്ല. നീ വിശ്വസിക്കുമ്പോൾ വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് ഇന്ന് രാത്രിയിൽ നീ ഇറങ്ങിയാൽ നിന്റെ ഉള്ളിലേക്ക് ഈ ഉറവ ഒഴുകി അങ്ങോട്ട് വരികയാണ്. നീ അതിന്റെ പുറകെ പോയി കോരി കുടിക്കേണ്ട കാര്യമില്ല. വിശ്വസിക്കുന്നവന്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നു? ജീവന്റെ നദി ഒഴുകുന്നു. അതുകൊണ്ട് ഇതിനെന്ത് വേണ്ട? പാള വേണ്ട, ഇതിന് കയറ് വേണ്ട, ഇതിന് കോരാൻ ആള് വേണ്ട, ഇത് ആണ്ടിലാണ്ടി തേകാൻ പോകണ്ട, ഒന്നും ചെയ്യണ്ട. വിശ്വാസത്തോടെ ആരാധിച്ചാൽ മതി. ഈ വെള്ളം നിന്റെ അകത്തോട്ട് ഈ രാത്രിയിൽ ഒഴുകി വരികയാണ്. അത് യേശു പറഞ്ഞു, വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് ദൈവമക്കൾ ഇറങ്ങുമ്പോൾ ഈ ഉറവ നമ്മളിലേക്ക് വരികയാണ്. മറ്റത് അങ്ങനല്ല. മറ്റൊന്ന് നമ്മളിലേക്ക് വരത്തില്ല. നമ്മൾ പാളയുണ്ടാക്കിക്കൊണ്ട് അതിന്റെ പുറകെ പോകണം. കയറ് വേണം, കപ്പി വേണം,
പിന്നെ കിണർ കെട്ടിയെടുക്കണം, കോരാൻ ആള് വേണം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അതിന് ചില ക്രമങ്ങളുണ്ട്, അത് അവർ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ക്രമം വായിച്ച് അതിൽ കൂടെ മാത്രമേ കിട്ടത്തുള്ളൂ. ഇതിന് ക്രമമൊന്നുമില്ല. ഇതിന് കൈയടിച്ചങ്ങ് ആരാധിച്ചാൽ മതി. ഹല്ലേലൂയ പറഞ്ഞേ, എന്ത് ചെയ്താൽ മതി. മറ്റതങ്ങനല്ല. മറ്റത് ആരാധനയുടെ ക്രമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഒരാള് നിന്ന് എന്ത് ചെയ്യണം? വായിച്ച് 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 എന്ത് ചെയ്യുക? അങ്ങനെ കുടിച്ചോട്ട് പോവുക. നമുക്കിങ്ങനെ ക്രമമൊന്നുമില്ല. നമുക്ക് ഒറ്റ ക്രമമുള്ളൂ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ദൈവമക്കളെ ആരാധിക്കുക. ആരാധിക്കുമ്പോൾ ഇത് നിങ്ങളുടെ അകത്തോട്ടൊഴുകി വരികയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകാത്തവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, വിശ്വാസം പറയാം. ഇതുവരെ നമ്മുടെ മെസ്സേജിലോട്ട് പോയിട്ടില്ല. സുവിശേഷത്തിന്റെ വാതിൽ തുറക്കണം, അതാ പറഞ്ഞു വരുന്നത്. ഇവിടുത്തെ പെണ്ണുകൾ ഇതെല്ലാം ഒന്ന് അറിയട്ടെ. ഇവിടുത്തെ പെണ്ണുകൾ ആരും അനങ്ങത്തില്ല. ആർത്തിനെങ്കിലും ഇവിടെ വന്നിരുന്ന് പാട്ടും പാടി പോവുക. സ്തോത്രം. പാട്ടും പാടി പോവുക. ശമരിയക്കാരത്തിയോട് കർത്താവ് പറഞ്ഞു, നിനക്ക് വെള്ളം തരാം. വീട്ടിൽ പോയി കണവനെ പറഞ്ഞു, അയ്യോ കണവന്മാരില്ല. സ്തോത്രം, കണവന്മാരൊന്നുമില്ല. സ്തോത്രം. ഉടനെ യേശു യേശുവിനോട് ചോദിച്ചു, ആ മല കണ്ടു, ആ മലയിലെ ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിക്കുന്നത്. ഉടനെ യേശു പറഞ്ഞു, ആ മലയിലും അല്ല ആരാധന, ഈ മലയിലും. പിന്നെ പരിമലയ്ക്ക് വല്ല വിശേഷതയുണ്ടോ? പിന്നെ വേളാങ്കണ്ണിക്ക് വല്ല വിശേഷതയുണ്ടോ? പറ നിങ്ങളെ. ആ മലയിലും ദൈവമില്ല, ഈ മലയിലും ദൈവമില്ല, യെരൂശലേമിലും ഇല്ലെന്നാ യേശു പറഞ്ഞ്. നമ്മൾ ഇപ്പോഴും പറയുന്ന യെരൂശലേം പുണ്യസ്ഥലം അവിടെ ഏതാണ്ടൊക്കെ ഉണ്ടെന്നാ യേശു തീർത്തും പറഞ്ഞു. 4-ാം അധ്യായത്തിൽ 23 തൊട്ടുള്ള വാക്യത്തിൽ യേശു പറഞ്ഞ്, ആ മലയിലും ദൈവമില്ല, ഈ മലയിലും ദൈവമില്ല, യെരൂശലേമിലും ദൈവമില്ല. സ്തോത്രം പറഞ്ഞ്. അതിന്റെ അർത്ഥം പുതിയ നിയമത്തിൽ ഒരു സ്ഥലവും പുണ്യാകമല്ല. യെരൂശലേമും പുണ്യാകമല്ല, മലയും പുണ്യാകമല്ല, ഒന്നുമല്ല. പുതിയ നിയമത്തിൽ സ്ഥലത്തിന് പ്രാധാന്യതയില്ല. പ്രൈസ് ദി ലോർഡ്. ആരാധിക്കുന്ന സ്ഥലത്തിന് പ്രാധാന്യതയില്ല. പുതിയ നിയമത്തിൽ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക. ഓക്കെ, ഞാനല്ല, കർത്താവാ പറഞ്ഞ. കണ്ടല്ലോ നിങ്ങൾ. 4:23 തൊട്ട് വായിച്ചാൽ മതി കേട്ടോ. സ്തോത്രം. ആമേൻ. ഉടനെ ഇത് പറഞ്ഞ ഞാൻ ഈ ഭാഗം വിടാം. ഉടനെ ശമരിയക്കാരത്തി യേശുവിനോട് പറഞ്ഞു, ആദ്യം പറഞ്ഞു നീ യഹൂദനാണ്, പിന്നെ പറഞ്ഞു നീ പ്രവാചകനാണ്, പിന്നെ പറഞ്ഞു നീ മശിഹയാണ്. സ്തോത്രം. എന്താ ഈ 3 വട്ടം? ആദ്യത്തെ വട്ടം പറഞ്ഞു നീ യഹൂദനാണ്, നീ എന്നോട് കുടിക്കാൻ വെള്ളം ചോദിക്കുന്നത്. കുറെ കൂടെ കഴിഞ്ഞ പുള്ളിക്കാരത്തി പറഞ്ഞു നീ പ്രവാചകനാണ്. കുറെ കൂടെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു നീ യഹൂദനാണ്. നീ ആരാണ്? മശിഹയാണ്. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ആദ്യ പുള്ളിക്കാരത്തി യേശുവിനെ കാണുമ്പോൾ പുള്ളിക്കാരത്തിന്റെ കെട്ട് പൊട്ടിയിട്ടില്ല. കെട്ട് പൊട്ടിയപ്പോ പറഞ്ഞു, അയ്യോ നീ യഹൂദനല്ല, നീ ആരാ? കുറെ കൂടെ കർത്താവിനോട് അടുത്തപ്പോൾ വീണ്ടും കെട്ടുപൊട്ടി പൂർണ്ണ വിടുതൽ പ്രാപിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ നീ മശിഹയാണ്. സ്തോത്രം. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് ശരിക്കും ശമരിയക്കാരത്തി അറിഞ്ഞത് ഈ കെട്ടുകളെല്ലാം പൊട്ടി, പാരമ്പര്യമെല്ലാം പൊട്ടി, അന്യാരാധനയുടെ കെട്ടുകളൊക്കെ പൊട്ടി കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് നീ ആരാണ്? മശിഹ. അപ്പൊ അതുകൊണ്ട് യേശുവിനെ അറിയണോ, എല്ലാ കെട്ടും പൊട്ടണം. കഴിഞ്ഞ നാളിൽ നമ്മൾ പിന്തുടർന്ന പാരമ്പര്യങ്ങളും ആരാധനകളും അന്യാരാധനകളും പാപവും പാപത്തിന്റെ ജീവിതങ്ങളും എല്ലാം പൊട്ടി ജീവിതത്തിൽ നിന്ന് വിട്ടുപോകാതെ യേശുവിനെ ശരിക്കറിയാൻ നമുക്ക് കഴിയുകയില്ല. അല്ലെങ്കിൽ ശമരിയക്കാരത്തി യേശുവിനെ ആദ്യം അറിഞ്ഞത് ഒരു സാധാരണ യഹൂദനാണെന്നാണ് അവൾ കരുതിയത്. വീണ്ടും അവൾ പറഞ്ഞു നീ പ്രവാചകനാണ്. മൂന്നാമത് പറഞ്ഞല്ല, എൻ്റെ മുമ്പിൽ നിൽക്കുന്നവൻ മശിഹയാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് വേണ്ടതിലേക്ക് ഞാൻ വരിക. നിങ്ങളോട് പറയാനുള്ളത്, ഉടനെ അടുത്ത ലൈനിൽ എഴുതിയിരിക്കുന്നത് കുടം കാത്തു വെച്ചു. വെള്ളം കോരാൻ വന്നതാ. കുടം
എന്നിട്ട് പുള്ളിക്കാരത്തി എന്ത് ചെയ്തു? പട്ടണത്തിലേക്ക് ഓടിച്ചെന്നിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. ഞാൻ യേശുവിനെ കണ്ടു, മശികായെ കണ്ടു, കിണറിന്റെ ചുവട്ടിൽ വെച്ച് ഞാൻ കണ്ടു, ഞാൻ സംസാരിച്ചു, അവൻ മശികായാണ്. അങ്ങനെ സുവിശേഷം വിതച്ചു. കുടം താത്തു വെച്ചിട്ട് ഓടിപ്പോയി. സുവിശേഷം ആരെ? ശമര്യക്കാരത്തി. നിങ്ങളോ എത്ര സ്ഥലത്ത് പോയി വിതച്ചു? പറയാൻ പറ്റുമോ? ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് ചില സ്ഥലത്ത് പോയി എന്നെ ഏൽപ്പിച്ച സുവിശേഷത്തിന്റെ വിത്ത് ഞാൻ വിതച്ചിരിക്കുന്നു. ശമര്യക്കാരത്തി പട്ടണത്തിലേക്ക് ഓടിപ്പോ. എന്തിനാ പോകുന്നത്? ഈ വിത്ത് വിതയ്ക്കാൻ. അവൾ ഓടിച്ചെന്ന് പറഞ്ഞത് എന്തുവാ? സുവിശേഷമാ പറഞ്ഞത്. ഞാൻ ഒരാളെ കണ്ടുമുട്ടി, അത് യേശുവാണ്, അത് മശിഹായാണ്. അങ്ങനെ സുവിശേഷത്തിന്റെ വിത്ത് ശമര്യക്കാരത്തി വിതച്ചു. 4:35 വായിച്ചാട്ടെ. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തല പൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് ഇനി 4 മാസമുണ്ട് കൊയ്ത്തിനെന്ന് നിങ്ങൾ പറയുന്നില്ല. ശമര്യക്കാരത്തി പട്ടണത്തിൽ പോയി വിതച്ച സുവിശേഷം അനേകരുടെ ഹൃദയത്തിനകത്ത് അത് കിളുത്തു, അത് വളർന്നു, അത് വലിയ വയല് പോലെ അത് വളർന്നു. എന്നിട്ട് ശമര്യക്കാരത്തി അവിടെ സുവിശേഷത്തെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്, ഇപ്പോൾ തന്നെ കൊയ്ത്തിന് കാലമായി. ചില ആത്മാക്കളെ കൊയ്തെടുക്കുവാൻ ആ ശമര്യക്കാരത്തി വിത്ത് വിതച്ചപ്പോൾ ശമരിയിൽ ചില ആത്മാക്കളെ കൊയ്തെടുക്കത്തക്ക നിലയിൽ വലിയൊരു കൊയ്ത്ത് നടന്നു. ഹല്ലേലൂയ. ബൈബിൾ കൈ കിട്ടിയിട്ട് എത്ര വർഷമായി? വചനം അറിയാം എത്ര വർഷമായി? എത്ര സ്ഥലത്ത് പോയി ഈ വിത്ത് വിതച്ചു? അതാ ഇവിടുത്തെ പെണ്ണുങ്ങൾ ഇത് അറിയണമെന്ന് ഞാൻ പറഞ്ഞു. ലോകത്തിൽ ആദ്യമായിട്ട് പ്രൈസ് ദി ലോർഡ് സുവിശേഷത്തിന്റെ വിത്ത് ആദ്യമായി വിതയ്ക്കുന്നത് ശമര്യക്കാരത്തിയാ. സ്തോത്രം പറഞ്ഞേ. സഹോദരിമാരുടെ കൂട്ടത്തിൽ പട്ടണത്തിൽ പോയി ആ വിത്ത് വിതച്ച കർത്താവ് പറഞ്ഞു, തീറ്റിയൊക്കെ നിർത്തിയിട്ട് തലയൊന്ന് പൊക്കിക്കേ. ഇപ്പോഴും തീറ്റിയാ ശിഷ്യന്മാര്. ഹോട്ടലിൽ ചാപ്പാട് മേടിച്ചോണ്ട് വന്നിട്ട് തിന്നുക. കർത്താവ് പറഞ്ഞു, തീറ്റി നിർത്തി തലയൊന്ന് പൊക്കിക്കേ. ദേ കൊയ്ത്തിന് നിലം വളഞ്ഞു കിടക്കുന്ന കണ്ടോ? ആ സഹോദരി പോയി എന്ത് ചെയ്തു? ശമരിയ പട്ടണം മുഴുവനും വിതച്ചു. ആ വിത്തുകളെല്ലാം കിളുത്തു. ആത്മാക്കളെ കൊയ്യാൻ നേരമായി. ദൈവവൈദ്യലെ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഇന്നൊരു തീരുമാനം എടുക്കുവോ? എനിക്ക് എപ്പോഴൊരു അവസരം കിട്ടിയാലും കർത്താവ് എന്നെ ഏൽപ്പിച്ച സുവിശേഷത്തിന്റെ വിത്ത് ഞാൻ അവിടെ വിതയ്ക്കുമെന്ന് എത്ര പേര് തീരുമാനമെടുക്കും? ശമര്യക്കാരത്തി കുടം താത്തു വെച്ച് പിന്നെ അവള് വെള്ളം കോരാൻ പോയില്ല. അവള് പട്ടണത്തിലേക്ക് ഓടി പോവുകയാണ് ചെയ്തത്. നമ്മൾ പലപ്പോഴും രോഗശാന്തി ദൈവസന്നിധിയിൽ നിന്ന് മേടിച്ചു, നമ്മുടെ ജോലിക്ക് വിടുതൽ മേടിച്ചു, നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കൊക്കെ പരിഹാരം മേടിച്ചു. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, സുവിശേഷത്തിന്റെ വിത്ത് പോയി വിതച്ചോ? അത് വിതയ്ക്കാൻ തയ്യാറാണോ? ഇത് നമ്മളെ ഏൽപ്പിച്ചത് എന്തിനാ? വിതയ്ക്കുമെന്നല്ലേ, വിതയ്ക്കാനല്ലേ. സ്തോത്രം. ശമര്യക്കാരത്തി കുടം താത്തു വെച്ചിട്ട് ഈ സുവിശേഷത്തിന്റെ വിത്ത് പോയി വിതച്ചു. എന്താ വിതച്ചത്? എന്തുകൊണ്ടാ വിതച്ചത്? പ്രൈസ് ദി ലോർഡ്. ആ തെറ്റിദ്ധാരണ മാറണം. ചിലര് പറയുന്നത് പ്രൈസ് ദി ലോർഡ് എന്താണ്, ശമര്യക്കാരത്തി മലയിലെ ആരാധന വിട്ടു, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിലെ പുള്ളിക്കാരത്തി അത് വിട്ടു, യാക്കോബിന്റെ കിണറും വിട്ടു, എല്ലാം വിട്ടു. സുവിശേഷത്തിന്റെ വിത്തുമായിട്ട് എങ്ങോട്ട് ഓടുക? ആമേൻ. ശമരിയിലെ പട്ടണത്തിലേക്ക് ഓടുകയാണ്. ഇതുവരെയും യാക്കോബിന്റെ പാരമ്പര്യമൊക്കെ പറഞ്ഞ് അത് വലുതായി കണ്ടുകൊണ്ടിരുന്ന ശമര്യക്കാരത്തി ആ കിണറും വിട്ടു, വെള്ളവും വിട്ടു. വെള്ളം ഇനിയും കോരാൻ പുള്ളിക്കാരത്തി പോകുന്നില്ല. കുടവും താത്തു വെച്ചു. പിന്നെ മലയിലെ ആരാധനയും വിട്ടു, യെരുശലേമും എല്ലാം വിട്ട് പട്ടണത്തിലേക്ക് ഓടി. സുവിശേഷത്തിന്റെ വിത്ത് വിതച്ചു. വിടാൻ പറ്റുമോ? ഇതുവരെ ഉള്ളത് വിടാൻ പറ്റുമോ? ഈ സുവിശേഷം ഏറ്റെടുത്തോണ്ട് ഇറങ്ങാൻ പറ്റുമോ? പോയി വിതയ്ക്കാൻ പറ്റുമോ? സ്തോത്രം. ചിലരൊക്കെ പറയും, ഞാൻ ഈ പെന്തക്കോസിലൊക്കെ വന്നപ്പോ ചിലർ പറഞ്ഞ എന്നാന്നറിയാം, അന്നത്തെ കാലം വലിയ ബുദ്ധിമുട്ടുള്ള കാലം കൂടെയല്ലേ. പെന്തക്കോസിൽ പോയാല് എന്ത് കിട്ടും? സ്തോത്രം. അന്നൊക്കെ ഈ മിഷണറിമാരൊക്കെ വരുമ്പം വല്ല തുണിയോ വല്ല പാൻറ്റോ
വല്ല ഈ പാൽപ്പൊടിയോ ഒക്കെ തരും കേട്ടോ. അപ്പൊ പറയും, പാൽപ്പൊടി കിട്ടുന്നതിന് പുറകെ പോയതാ ഇതേ പിള്ളേരെ കെട്ടിക്കാൻ വല്ല സംഭാവനയൊക്കെ കൊടുക്കും, വീടൊക്കെ ഇല്ലാത്തവർക്ക് വീട് വെക്കാൻ. ആ ശമരിയക്കാരത്തി പാൽപ്പൊടി കിട്ടുമെന്നും പറഞ്ഞാണോ ആണോ? ഇതിന്റെ പുറകെ പോയാൽ എനിക്ക് പാൽപ്പൊടി കിട്ടും, വീട് കിട്ടും, പിള്ളേരെ കെട്ടിക്കാൻ കാശ് കിട്ടും. അല്ല, ശമരിയക്കാരത്തി ഒന്നറിഞ്ഞു, സത്യം ഇതാണ്. ഹല്ലേലൂയ പറഞ്ഞേ. യാക്കോബിന്റെ കിണറല്ല യഥാർത്ഥത്തിൽ ദാഹം തീരുന്ന കിണറ്, ആത്മാവിന്റെ ഉറവയാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവൾ ഓടിപ്പോകുന്നത്. ഹല്ലേലൂയ പറഞ്ഞു. ആ മലയിലെ ആരാധന അല്ല ആരാധന, ശരിയായ ആരാധന ആത്മാവിലാണെന്ന് അറിഞ്ഞത് കൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇതിന്റെ പുറകെ ഇറങ്ങി തിരിച്ചത് ലാഭം നോക്കിയല്ല, സത്യം ഇതാണെന്ന് അറിഞ്ഞിട്ടാ. ഹല്ലേലൂയ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോഴും ലാഭം നോക്കിയല്ല, കാരണം ഇതിന്റെ പുറകെ ഇപ്പോഴും നടന്നാൽ ഒന്നും കിട്ടാനില്ല. ഹല്ലേലൂയ പറഞ്ഞത്. ഇപ്പോഴും നമുക്ക് എന്തില്ല? സ്തോത്രം. ഇപ്പോഴും നമ്മൾ ലാഭമല്ല, സത്യം ഇതാ. അതുകൊണ്ട് കുഞ്ഞെ, ഇതിന്റെ പുറകെ ഇറങ്ങി തിരിച്ചത് പിള്ളേരെ കെട്ടിക്കാനോ വീട് വെക്കാനോ സംഭാവന മേടിക്കാനോ ഒന്നുമല്ല, ഇത് സത്യമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ്. ശമരിയക്കാരത്തി കുടം താത്തു വെച്ചതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ആ വെള്ളം ശരിയായ വെള്ളമല്ല, ജീവന്റെ ജലം വേറെയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാ. ഹല്ലേലൂയ പറഞ്ഞേ. ആ സ്തോത്രം. മെസ്സേജ് വന്നില്ല. 13-ാം അധ്യായമായിരുന്നു അത്. ഇന്ന് ഏതായാലും പ്രസംഗിക്കാൻ നേരമില്ല. നെഹമ്യാവിൻ്റെ പുസ്തകം എന്താണെന്നറിയാമോ? ആലയത്തിനകത്ത് തോബിയാവിന് അറയൊരുക്കി കൊടുത്തു. തോബിയാവ് അതിനകത്ത് താമസം ആയി. അത് പ്രസംഗിക്കാനായിരുന്നു ഞാൻ വന്നത്. സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വിടുന്നു. നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. പല ആലയത്തിലും ഇന്ന് ആര് കയറിയിരിക്കുക? ആലയം നമ്മളാ. നമ്മുടെ ആലയത്തിനകത്ത് ആരാ വസിക്കുന്നത്? വചനത്തിനെതിരായ പുള്ളിയാ ഇതിനകത്ത് ഇരിക്കുന്നത്. യെരുശലേമിന്റെ വീടിന്റെ മതിലിന്റെ പണിക്കെതിരെ നിന്നവൻ ഇന്ന് അതിനകത്ത് റൂം ഉണ്ടാക്കി കൊടുത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി, ആമേൻ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു വചനം കൂടെ ഞാൻ പറയും. വളരെ ശ്രദ്ധയോടെ കേൾക്കാം. 2 വാക്യങ്ങൾ വായിക്കാം. എസ്തേർ 4:14-15, 8:14-15. വേഗം വായിച്ചു. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പൃഥുഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള കാലത്തിനായിട്ടല്ലോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. ആർക്കറിയാം, അതിന് എസ്തേർ മൊർദെഖായിയോട് മറുപടി പറവാൻ കൽപ്പിച്ചത്. നീ ചെന്ന് ശൂഷനിലുള്ള എല്ലാ ഇനിയും 3:14-15 വായിച്ചേ. അന്നേക്ക് ഒരുങ്ങിയിരിക്കണമെന്ന് സകല ജാതികൾക്കും പരസ്യം ചെയ്യേണ്ടതിന് കൊടുത്ത തീർപ്പിന്റെ പകർപ്പ് ഓരോ സംസ്ഥാനത്തിലും പ്രസിദ്ധമാക്കി. അഞ്ചൽക്കാർ രാജകൽപ്പന പ്രമാണിച്ച് ക്ഷണത്തിൽ പുറപ്പെട്ടു പോയി. ശൂഷൻ രാജധാനിയിലും ആ തീർപ്പ് പരസ്യം ചെയ്തു. രാജാവും ഹാമാനും കുടിപ്പാനിരുന്നു. ശൂഷൻ പട്ടണമോ കലങ്ങിപ്പോയി. അടിയിൽ ഒരു വര, കലങ്ങിപ്പോയി. അടിയിൽ ഒരു വര ഇട്ടേക്കണേ. നീ 8:15. എന്നാൽ മൊർദെഖായി നീലവും ശുഭ്രവുമായ രാജവസ്ത്രവും വലിയ പൊൻകിരീടവും ചണനൂൽ കൊണ്ടുള്ള രക്താംബരവും ധരിച്ചു രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. ശൂഷൻ പട്ടണം ആർത്ത് സന്തോഷിച്ചു. അടി വരയിടെ 4:15, 3:15 കണ്ടോ? പട്ടണം കലങ്ങി. ആ കലങ്ങിയ പട്ടണം 8:15 വന്നപ്പോൾ ആർത്ത് സന്തോഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പട്ടണം മൊത്തം മരണത്തിന്റെ പേടി കൊണ്ട് കലങ്ങി. ഹാമാൻ എല്ലാരും കൊല്ലാനുള്ള വില്ല് പാസ്സാക്കി. എന്നിട്ട് ഹാമാൻ എന്ത് ചെയ്തു? രാജാവുമായിട്ട് പാർട്ടി നടത്തി. അതാ 3-ാം അധ്യായത്തിലെ ജനങ്ങളെല്ലാം കരയാൻ തുടങ്ങി. അവരുടെ ഹൃദയം കലങ്ങാൻ തുടങ്ങി. ഭാരം കൊണ്ട്, പേടി കൊണ്ട്, മരണം മുന്നിൽ കണ്ടുകൊണ്ട് വേദനയോടെ കലങ്ങി മറിയുക. ആ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന പട്ടണം 8-ാം അധ്യായത്തിൽ വന്നപ്പോൾ ആർത്ത് സന്തോഷിച്ചു. ഇന്ന് രാത്രി ദൈവവൈതലേ, കലങ്ങി മറിയുന്ന മനസ്സ്,
വേദനിക്കുന്ന മനസ്സ്, കരയുന്ന മനസ്സ്, ഹല്ലേലൂയ. തകർന്നുകൊണ്ടിരിക്കുന്ന മനസ്സ്, ഈ രാത്രി ഞാൻ പറയട്ടെ, അവിടെ സന്തോഷമെത്തും. എസ്തേറെ ഹല്ലേലൂയ മൊർദെഖായിയെ കണ്ടു. മൊർദെഖായി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാ, നീ നിന്റെ തോഴിമാരുമായിട്ട് കൊട്ടാരത്തിനകത്ത് പോയി ഉപവാസവും പ്രാർത്ഥനയെടുക്കാം. ഞാനും പുറത്തുള്ള യഹൂദന്മാരെല്ലാവരും ഞങ്ങൾ ഉപവസിച്ചു പ്രാർത്ഥിക്കാം. അങ്ങനെ വലിയൊരു ഉപവാസം നടന്നു. സ്തോത്രം. എസ്തേറ് കൊട്ടാരത്തിനകത്ത് തോഴിമാരുമായിട്ട് ഉപവസിക്കുന്നു. മൊർദെഖായി ജനമെല്ലാം വെളിയിൽ ഉപവസിക്കുന്നു. ഉപവാസം കഴിഞ്ഞപ്പോൾ കലങ്ങി മറിഞ്ഞ പട്ടണം ആർത്ത് സന്തോഷിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ശക്തി അവിടെ വലിയ മാറ്റമുണ്ടാക്കി. ഹല്ലേലൂയ. മരണം കണ്ട് കലങ്ങിയിരുന്ന, പേടിച്ചിരുന്ന, ഭയപ്പെട്ടിരുന്ന ആ ദേശത്തു മരണത്തിന്റെ ശക്തി മാറി, മരണത്തിന്റെ ബന്ധനം അഴിഞ്ഞ്, മരണത്തിന്റെ കെട്ടുകൾ പൊട്ടി. അവിടെ ഒരു വലിയ സന്തോഷം. ആമേൻ. സ്തോത്രം. ഇതാണ് ഉപവാസവും പ്രാർത്ഥനയും. ചില ദിവസങ്ങൾ മുട്ടുമടക്കി 2026 നീ നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ നീ കരഞ്ഞെടുത്ത് സന്തോഷം വരും. സാധാരണ സന്തോഷമാണോ? 8:15 നമ്മൾ വായിച്ച കേട്ടോ, പട്ടണം ആർത്ത് സന്തോഷിച്ചു. എല്ലാവരും കൂടെ എന്ത് ചെയ്തു? ആർപ്പിട്ട് സന്തോഷിക്കുക. എന്നാൽ 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ കലങ്ങി മറിഞ്ഞ പട്ടണം. സ്തോത്രം. നിരാശയിലും വേദനയിലും മരണത്തിലും വലിയ കണ്ണുനീരിലും വലിയ ദുഃഖത്തിലും കരഞ്ഞ് കരഞ്ഞ് കലങ്ങി മറിഞ്ഞ ഓരോ കുടുംബവും ആർത്ത് സന്തോഷിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. 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 എന്താ കാര്യം? രാജാവ് ഒറ്റ രാത്രി കൊണ്ട് പ്രാർത്ഥനയുടെ ശക്തി ചില അത്ഭുതങ്ങൾ ചെയ്തു. എന്താണെന്നറിയാമോ? ആമാനായിരുന്നു രാജാവിന്റെ ഏറ്റവും അടുത്തയാള്. ഒറ്റ രാത്രി കൊണ്ട് മൊർദെഖായി ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മാറി. ഹല്ലേലൂയ പറഞ്ഞ് ഒറ്റ രാത്രി കൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഒരു ദൈവത്തിന്റെ പൈതലിനെ ആ രാജ്യത്തിന്റെ അധിപനായിട്ട് കൊണ്ടുവന്നു. എന്താ കാരണം? എസ്തേറിന്റെ ഉപവാസവും പ്രാർത്ഥനയും, ജനത്തിന്റെ ഉപവാസവും പ്രാർത്ഥനയും, മൊർദെഖായിയുടെ ഉപവാസവും പ്രാർത്ഥനയും. ഒറ്റ രാത്രി കൊണ്ട് കണ്ണുനീരും മാറി, ഒറ്റ രാത്രി കൊണ്ട് മരണം മാറി, ഒറ്റ രാത്രി കൊണ്ട് നിരാശ മാറി, ഒറ്റ രാത്രി കൊണ്ട് കലങ്ങി മറിഞ്ഞ പട്ടണം ആർത്ത് സന്തോഷിച്ചു. ആർത്ത് സന്തോഷിച്ചു. ഇന്ന് തലമുറയോർത്ത് കരയുന്ന മാതാപിതാക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. ഭവനമില്ലാതെ കരയുന്നവരുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്നവരുണ്ട്, ജോലിയോർത്ത് കരയുന്നവരുണ്ട്. വളരെയേറെ സങ്കടത്തിൽ ഇന്ന് രാത്രി ആരാധനയിൽ ഇരിക്കുന്ന മാതാക്കളോട്, ആരാധനയിൽ ഇരിക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ദിവസങ്ങളിൽ ചില ദിവസങ്ങൾ മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ കലങ്ങി മറിഞ്ഞ പട്ടണം ആർത്ത് സന്തോഷിച്ചു. ഓറി ബാബാ 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 വിഗന്ധരാരജനഗൗഡരവന സന്തൽ പ്രൗഢേ രവനേ രജഗക്ഷം വിഗന്ധരാരം റീബാബാബ സംധാരംഭം പൗഡിവിഗന്ധം ജനകക്ഷാരം പൗഡാരവനെ രാജം രക്ഷം പൗഡാരവനം. ദൈവമക്കളെ, എല്ലാരെയും കൊന്നുകളയുവാൻ ഹാമാൻ നിയമമുണ്ടാക്കി. ആ നിയമത്തിൽ രാജാവ് സൈൻ ചെയ്തു. അത് നടപ്പിൽ വന്നു. ഒരിക്കലും മാറാത്ത കെട്ടുകൾ ആ രാത്രിയിൽ പൊട്ടി. നീങ്ങാത്ത ബന്ധനം ആ രാത്രിയിൽ അഴിഞ്ഞു. ആ പ്രതികൂലങ്ങൾ വിട്ടുപോയി. ആ പട്ടണം ആർത്ത് സന്തോഷിച്ചു. ചില തീരുമാനം ഇന്ന് രാത്രി എടുക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. യേശുവേ നന്ദി. എല്ലാവരും എഴുന്നേറ്റു എന്ന് ഞാൻ കരുതുകയാണ്. എഴുന്നേറ്റവരെല്ലാം എന്ത് ചെയ്യണം? കുട്ടികളെല്ലാം എഴുന്നേറ്റ് നിൽക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ഒരു